ഹരീഷ തേടിയുള്ള നടത്തം ഏകദേശം 3/4 മണിക്കൂറിലേക്ക് അടുത്തിരിക്കുന്നു. തമിഴ്നാട് എங்கே വയ്യ മട്ടന്റെ ചക്കപ്പുഴുക്ക്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ശ്രീനഗറിലും തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നത്തെയും പോലെ കാറിന്റെ ബാക്കിലൊക്കെ നോക്കി ഐസ് കട്ട പിടിച്ചിട്ട് ഫ്രീസാണ്. ഇപ്പിന്റെ ഈ കൈ കൊണ്ട് വാരി നന്നായിട്ട് നനയുന്നുണ്ട്. ഉണ്ടോ? ഇതൊക്കെ മഞ്ഞാണ് ഗൈസ്. ഇതിപ്പോ ഇവര് കാർ എടുക്കുമ്പോ എന്താ ചെയ്യാ? ഉണ്ടോ ഇങ്ങോട്ട് ഗൈസ്? ഉണ്ടോ? ഫുള്ള് കട്ട പിടിച്ചെടുക്കാട്ടോ കാറിന്റെ മേലെ. ഈ ഹരീഷാറിന്റെ സാധനം ആകെ 6-6:30 വരെ ഉണ്ടാവുള്ളൂ. 6 വരെ ഒന്നും എത്തൂല. 6 മണിക്ക് തന്നെ കഴിയും. ഇപ്പൊ സമയം 7:30 ഇതിനാണ് ഞാൻ പോയിട്ട് കാര്യമൊന്നും ഉണ്ടാവും എനിക്ക് തോന്നില്ല. പോയി നോക്കാം. ഇപ്പൊ റോഡ് ഓരോ ഇന്ത്യക്കാരോട് ചോദിച്ചു പോകട്ടെ. നമ്മളെ കൂടെ ഉള്ളവരാരും നീച്ചില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പ് കിട്ടുമെന്ന പ്രതീക്ഷ. നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് CRPF വണ്ടികളുണ്ട് കേട്ടോ. അതേപോലെ നമ്മളെ ഇവിടുത്തെ പോലീസിൻ്റെ വണ്ടിയൊക്കെ പറഞ്ഞാൽ വൻ സെറ്റപ്പാണ്. നമ്മൾ പഴയ ജിപ്സി ഉണ്ടല്ലോ, ജിപ്സീൻ്റെ മുകളിൽ കുറേ ഗ്രില്ല് സംഭവങ്ങളൊക്കെ വെച്ച് കാണാൻ തന്നെ വേറെ ലുക്കാണ്. വലിയ ദമ്മുള്ള തോക്ക് കൈ പിടിച്ച് നിൽക്കണതാണ് കേട്ടോ. ഒരു ഉറക്കം വെച്ചാണ് നിൽക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ ഒന്ന് ആക്രമിക്കാൻ കഴിയൂലേ. നമ്മൾ ആർമി അത്ര അടിപൊളി വേണ്ടല്ലോ, നമ്മളെപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നത്. അത്രേ രാവിലെ ഉറക്കം വെച്ചാണ് ഇങ്ങനെ ദമ്മിൽ പവറിൽ നിൽക്കണേ. വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. റെസ്പെക്ട് അതന്നെ നമുക്ക് റെസ്പെക്റ്റ് നമ്മളെപ്പോഴും കൊടുക്കണം. നമ്മൾ മട്ടനാലീസ് അല്ലേ ഒരുത്തം വരണം. അതുകൊണ്ട് നമുക്ക് മട്ടനാലീസ് എവിടെ കിട്ടുക വെച്ച് നോക്കാം. ഗൈസ് കാണുന്നവരോടൊക്കെ ചോദിക്കണ്ട എവിടെയാ കിട്ടാന്ന്. ഒരു ഐഡിയ ഇല്ല. കേക്കോ നടന്നു കൊയങ്ങിയോ? കൊറേ നടന്നില്ല നമ്മളിപ്പോ. ശ്രീനഗറിന്റെ പകുതി നടന്നു. ചാമ്പ്യതാണോ? തേടി വഴി തെറ്റി. അപ്പൊ ഇനി വന്ന ദൂരം തന്നെ ബാക്കിലേക്ക് നടന്ന് അവിടുന്ന് ഇടത്തോട്ട് റോഡുണ്ട്. ആ റോഡിന് കാരണം എന്നാ പറഞ്ഞത്. നമുക്ക് പോയേക്കാം. എനിക്ക് തോന്നണത് അവിടെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ അമ്മണിയെ? വാശിയൊക്കെ തെറ്റീണ് നമ്മളോട്. തീറിട്ട് നടക്കാണ് അസിമാനെ. അപ്പൊ ഗൈസ് നമ്മള് ദാൽ ലേക്കിന്റെ ഒരു ശിഖരത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞോ. അലീഷ നമ്മള് കഴിക്കാൻ പോണത് ഹരീഷ കേട്ടോ. ഹരീഷ മട്ടൻ ഹരീഷ കഴിക്കാൻ പോണല്ല. അഞ്ഞ് കഴിക്കാൻ കിട്ടുന്ന പോലെ ഏകദേശം 8 മണി ആയിരിക്കും അല്ലേ? ഒരു ചെറിയ കുഞ്ഞിക്കൈയിൽ കിട്ടിയാൽ നമ്മൾ കുടിക്കും. അങ്ങനെ സുഹൃത്തുക്കളെ ഹരീഷ തേടിയുള്ള നടത്തം ഏകദേശം 3/4 മണിക്കൂറിലോട്ട് അടുക്കുന്നു. എടാ നമ്മള് വെറുതെ നടക്കുകയാണ് ഇപ്പോ. ഇത്രയൊന്നും പോരാല്ലേ എന്ന് പറഞ്ഞല്ലേ? ജംഗ്ഷൻ വരെ പോയിട്ടാണ് ലക്ഷ്യമായില്ല. അങ്ങോട്ട് നടന്നില്ലേ? അതാണ് കുറെ നടന്ന മാതിരി തോന്നുന്നത്. നമ്മള് വെറുതെ കുറച്ച് നടന്നില്ലേ? ഇങ്ങനെ ഉണ്ടമ്മോ രാവിലെ എണീച്ച് നടക്കണം പറഞ്ഞതാണ്. എന്നെ ഒരു ചായ പിടിക്കാ. ചായപ്പീടിയെ മുന്നിൽ നിർത്തി. ഈ സ്ഥലത്തിന്റെ പേരെന്താ അറിയോ? റുസ്താം ഘറി ശ്രീനഗർ, ദാൽ ഗേറ്റ് ശ്രീനഗർ. അങ്ങനെ ഗൈസ് നമ്മൾ മട്ടൻ ഹരീസ് തെരഞ്ഞു വന്ന് ഒരു ചായപ്പീടിയിൽ ബ്രെഡും ചായയും കുടിക്കാനുള്ള പ്രിപ്പറേഷനിലാണ് സുഹൃത്തുക്കളെ. 4:30 എണീച്ചത് ഞാൻ. മുട്ടുവിൻ തുറക്കപ്പെടുന്ന മുന്നോട്ട് വെച്ച കളി പിന്നോട്ടില്ല. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ബാഗ് പാക്ക് ചെയ്തിട്ട് വേറെ വില്ലേക്ക് മാറണം. അതെ. അപ്പൊ ഹരീഷ എന്ന നമ്മുടെ ബസ് അല്ലേ? അങ്ങനെ ഹരീഷ എന്ന നമ്മുടെ ലക്ഷ്യം ഉന്നം തെറ്റിപ്പോയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ നാളെ അത് പിടിക്കും. തൽക്കാലം നമുക്ക് ദാൽ ലേക്ക് ഗേറ്റിന്റെ അടുത്ത് നിന്ന് നമുക്ക് മസാല ചായ കിട്ടി. കഴിച്ച് നമുക്ക് അത് കുടിച്ച് തൃപ്തിപ്പെടാം. ഇത് ശ്രീനഗറേ അല്ല. ഇതെന്താ റുസം ശ്രീനഗർ തന്നെയാണ്. ശ്രീനഗർ ദാൽ ഗേറ്റ് വേറെന്തോ ഒരു പേരുണ്ടായി. പിന്നെ നടന്നു പോയേ. മയോണൈസോ
എന്താ മധുര മധുര വെറും ബട്ടർ അല്ലേ? അങ്ങാടി പോയ അങ്ങാടി ഷോപ്പിൽ പോയി നമ്മളെ നാട്ടിലൊക്കെ കാണുന്നുണ്ട് മക്കളുടെ ചായക്കട അപ്പൊ ഗൈസ് നമ്മള് മട്ടൻ ഹരീസ് തെരഞ്ഞുകൊണ്ട് ഏതിലെയോ പോയിക്കൊണ്ടിരിക്കാണ്. ഞാൻ കണ്ട് ഉണ്ടോ അവിടെ എവിടെ ഉണ്ടോ? നേരെ വിട്ടോ അതാ ഊട്ടിയാ ഹരീസ ഇത് നമ്മുടെ. അപ്പൊ ഗൈസ് മട്ടൻ ഹരീസ് ഈ ഷോപ്പിലുണ്ടെന്നാ പറഞ്ഞത്. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. എങ്ങനെ വിവരം അറിയിക്കാൻ നെറ്റില്ലാതെ? ഓ ഫൈനലി യെസ് നമുക്ക് ചായയും കുടിച്ച് നമ്മൾ സക്സസ്ഫുൾ ആയി എത്തിയിരിക്കുകയാണ്. അമ്മോ ശരിയാ. അപ്പൊ ഗൈസ് എല്ലാരും കൂടി വന്നാൽ നടക്കും എനിക്ക് തോന്നുന്നു. കാരണം ഇതിന്റെ ഉള്ളില് मुश्किल नहीं दो प्लेट हो रहा है. हाँ तीन प्लेट भैया 3 प्लेट. ഞാൻ അവിടെ പോയ ഇതൊക്കെ ഇവിടെ വന്നിട്ട് ടേസ്റ്റ് ചെയ്യേണ്ട സാധനമാണ്. അപ്പൊ ഗൈസ് നമ്മള് മട്ടൻ ഹരീസ തെരഞ്ഞു വന്ന് ലാസ്റ്റ് ഷോപ്പ് കിട്ടി കേറി കുത്തിരിക്കാണ്. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. പിന്നെ ഈ ഹരീസ ഇങ്ങനെ കിലോമീറ്ററോളം ഞങ്ങൾ നടക്കേണ്ട ഒരു റൂമിൽ ഇതേമാതിരി ഒരു അതന്നെ പേരുണ്ടോ? എങ്ങനെയായാലും നമ്മള് ശ്രീനഗർ എത്താണെങ്കിൽ ഇങ്ങനെ ചോദിച്ചാൽ മതി. എന്താണ് ഹരീഷാക്ക ഷോപ്പ് കിതറ എന്ന് ചോദിച്ചാല് എല്ലാരും പറഞ്ഞുതരും. 1-2 ഷോപ്പ് അല്ല വഴി തെറ്റില്ലല്ലോ. വഴി തെറ്റി അങ്ങോട്ട് നേരെ നടന്നു. പിന്നെന്താ എന്താ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാല് അത് അൻവർക്ക് പറഞ്ഞുതരും. അങ്ങനെ സ്പെഷ്യാലിറ്റി ഒന്നും അറിയില്ല. എല്ലാരും പറഞ്ഞു മട്ടൺ ഹരീസ് അടിപൊളിയാണ്. അതായത് 6 മണിക്കൂറോളം ഞാൻ പറഞ്ഞതാ. ഞാൻ കട്ട് നടത്തിച്ച നായി. അതല്ല അത് അലീസ അല്ല ഇത് ഹരീസ. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ മട്ടൻ ഹരീസ. തുറന്നു നോക്കാൻ കണ്ടോ റൊട്ടിയും. പിന്നെ ഇതാണ് നമ്മുടെ ഹരീസ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമുക്ക് അൻവർക്ക് പറഞ്ഞുതരും. ഇത് ഒരു 8 മണിക്കൂർ രാത്രി ഇരുന്ന് ഇളക്കി പായസം ഉണ്ടാക്കാൻ കുറുക്കി ഒരു രക്ഷയില്ല ഗൈസ്. ഇതിലൊരു കബാബിന്റെ കഷ്ണമുണ്ട്. അല്ലടാ കബാബിന്റെ മാരത്തെ ഒരു കഷ്ണമുണ്ട്. ഞാൻ കഴിച്ചോട്ടെ. ഇത് മട്ടന്റെ ഒരു എന്താ ചിക്കൻ എന്താക്കി ഉണ്ടാക്കണത്? സോറി മട്ടൻ അതാ സാധനം ഗൈസ്. ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ഈ സാധനം. ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോ ലൈറ്റ് ആയിന് കാരണം ലാസ്റ്റ് ഇതാണ് സംഭവം വെച്ചാൽ നമ്മളെ ചക്കപ്പൊയ്ക്കില്ലേ, മട്ടന്റെ ചക്കപ്പൊയ്ക്ക്. അതാണ് ഇതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ. അല്ല ചക്കില്ലാത്ത മട്ടന്റെ ചക്കപ്പൊയ്ക്ക്. മട്ടൻ പൊയ്ക്ക് എന്നാ മട്ടൻ പൊയ്ക്ക് സാധനമാണ്. പക്ഷെ അത് 8 മണിക്കൂർ ഇട്ട് ഇളക്കി ഉണ്ടാക്കാം. ഈ കാക്കേൻ്റെതാണ് നമ്മൾ അലീഷ വാങ്ങി കുടിച്ചേട്ടോ കഴിച്ചേട്ടോ.
അരീഷ ഇളക്കാണ് മുപ്പല്ലേ? ആ ഇങ്ങനെ ഇളക്കണം കൈസ്. അതിനുള്ള ഉണ്ട്. സ്കന്ദർ हम केरला लोग हैं, इधर से ये मिले नहीं मिलेगा. ഞങ്ങളിപ്പോ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാശ്മീരത്തെ ബസ് യാത്രയോട് ഞങ്ങൾ കേരള തമിഴ്നാട് എങ്ക വയ്യ അല്ല ചെന്നൈയില്. ജംഗ്ഷൻ അങ്ങനെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഒരു ബസ് യാത്ര കൂടി കിട്ടിയ. അത് നോക്കിയാ 20 രൂപ പരിപാടി കഴിഞ്ഞു. ആരാ 5 കിലോമീറ്റർ ഒക്കെ ഉണ്ട് പറഞ്ഞേ? 5 ഉണ്ടാവില്ലടാ, തള്ളി വിടും. പക്ഷെ നമ്മള് നടന്നത് ഏകദേശം 5 കിലോമീറ്റർ ഉണ്ടോ? കൊങ്കൺ ഡാൽഗേറ്റ്. എടാ മമത നഗർ അല്ലടാ, മമത നഗർ എന്തോ പറയടാ ഇനി. ഞാൻ വിചാരിച്ചു ഒരാൾക്ക് 20 ആ പിന്നെ വണ്ടി കൊടുക്കെങ്കിലേ ബാക്കിയുള്ള ടീമിനോട് പോയി തിന്നു പോന്നാ എന്റെ അവസാനത്തേക്ക് ആയന ഏകദേശം. നമ്മള് നേരത്തെ കണ്ട ഐസൊക്കെ ചൂടുള്ള ഒഴിച്ചാണ്ട്, ചൂടുള്ളാണെങ്കിൽ സാധാ വെള്ളമാണല്ലോ ഒഴിച്ചാണ്ട് ക്ലീൻ ആക്കുക കേട്ടോ. ഞാൻ എപ്പോഴും ജുബിത്താത്തന്നെ മുന്നേ പെടയത് വിചാരിക്കും. അപ്പൊ ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ടി വരും. നമ്മള് മട്ടൻ അരീസ കഴിച്ചു കറങ്ങക്ക് കുത്തനെടുക്കല്ലേ. അപ്പൊ ജുബിത്ത പറയണ ഇപ്പൊ ഇറ്റലിയിൽ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട് എന്നാണ്. മഞ്ഞ് പെയ്യാനുണ്ടോ? മഞ്ഞ് പെയ്ത് ഇറങ്ങിയുണ്ടോ? ഇതൊന്നും ഇങ്ങനെ ആക്കിയാണ് അതൊന്നും വരച്ചാണ് നിങ്ങള് കാണിക്കാൻ നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. മതി ലവ് ചിഹ്നൊന്നും ഇടണ്ട, അതിന്റെ ഓണർ വന്ന് കുത്തും. അപ്പൊ ഗൈസ് ഇന്നത്തെ ഭക്ഷണം എന്താന്ന് നമുക്ക് അന്നമ്മയോട് ചോദിക്കാം. ഇതിൽ നമുക്ക് ബെന്നെ മാത്രം കറി, പിന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഓംലെറ്റ് ഉണ്ട് കേട്ടോ. ഓംലെറ്റ് അപ്പൊ കറിയില്ല, കറിയില്ല. ഗരം പാനി ഉണ്ട്. നമ്മള് ബെന്നെ ഇങ്ങനെ വെച്ചിട്ട് ഓംലെറ്റ് മിക്സ് ആക്കിക്കോ. അത് അന്നമ്മയ്ക്കുണ്ടേ. അല്ല എങ്ങനെ തിരിച്ചറിയും? वो कैसा मालूम होता है, ओरिजिनल कैसा मालूम होता है? उसको कलर क्या होता है, उसको रंग होता है, डिफरेंट होता है, स्मेल नहीं होती है उसको. स्मेल नहीं होती है. आप ओरिजिनल कैसा डिटेक्ट करेगा? ओरिजिनल का स्मेल निकलता है और रंग निकलता है उसी टाइम. ആ കളർ ഇളകുന്ന മൂപ്പര് പറഞ്ഞല്ലേ. പിന്നെ ഇവര് വാങ്ങുന്ന സാധനം കത്തുന്ന പറയുന്നത് പ്ലാസ്റ്റിക്കാണ്, സാധനം കത്തുന്ന പറയുന്നത്. കത്തിപ്പോവും. നമ്മളിപ്പോ ദാലിലേക്ക് വാങ്ങിയ സാധനം കത്തിപ്പോവും. അപ്പൊ നമ്മള് ഒറിജിനൽ സാധനം നമ്മൾ ഇവിടുന്ന് വാങ്ങും. ഒരു കൃഷി ആൾക്കാരാ. ആ കൃഷിത്തോട്ടം നമുക്ക് കാണാൻ പോകുമ്പോ കാണിച്ചാൽ അവിടെ സാധനം ഉണ്ടാവില്ലല്ലേ? നമുക്ക് പാൽക്കാമ പോകണം. നമുക്ക് വണ്ടി വാങ്ങല്ലേ. നല്ല പൈസ എത്ര ഉണ്ടോ ഇനി? 300 രൂപ ഒരു ഗ്രാമിന്. വെറുതെ 300 വാങ്ങണം. അല്ല വീട്ടിലേക്ക് ഗർഭിണികളെ കുടിക്കുക. അപ്പൊ നമ്മളെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തുകൊണ്ട് പോവാണ്. ഇനി വേറെ റൂമിലേക്ക് പോവാട്ടോ. അപ്പൊ നമ്മളെ റൂം ഇനി കണ്ടില്ല എന്ന് പറയരുത്. ഇതാണ് നമ്മുടെ റൂം. TV ഒക്കെ ഉണ്ട്. AC ആവശ്യമില്ല. ഉനൈസ് ബ്രോ മനസ്സിലായ പോലെ നിക്കാം. ചെക്കന്മാരോടെ നമ്മളെക്കന്മാരോടെ. അയ്യോ എനിക്ക് കാശ്മീരിലൊക്കെ ഇത്തിരി കൂട്ടി പോയോന്നൊരു സംശയം. ഇതാണ് നമ്മുടെ പുതിയ റൂം. നിങ്ങൾക്ക് റൂം നമ്പർ കിട്ടിയോ?